എല്ലാവർക്കും നമസ്കാരം. മാത്സ് വേയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ B.Ed ജനറൽ പേപ്പറിലെ ഒരു ടോപ്പിക്കായ നാക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നാക്ക് എന്ന് കേട്ടിട്ടില്ലേ? NAAC. എന്താണ് നാക്കിൻ്റെ ഫുൾ ഫോം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡേഷൻ കൗൺസിൽ. ഈ ഒരു ടോപ്പിക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാവുന്ന രീതിയിൽ ഒന്ന് പഠിക്കാം. നോക്കാം, എന്താണ് നാക്ക്? ദ നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡേഷൻ കൗൺസിൽ (NAAC) conducts assessment and accreditation of higher educational institutions such as colleges, universities, or other recognized institutions to derive an understanding of the quality status of the institution. എന്താണ്? നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, നാക്ക് വരുന്നു. എന്താണ് ഈ നാക്ക്? നാക്ക് എന്ന് പറഞ്ഞാൽ അത് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ആ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും അതിനെന്ത് ഗ്രേഡ് കൊടുക്കുന്നത്. ഇപ്പോൾ A+ ഗ്രേഡ് കിട്ടി, AA+ ഗ്രേഡ് കിട്ടി എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ അതായത് കോളേജ് യൂണിവേഴ്സിറ്റീസിനും ഒക്കെ എന്ത് കൊടുക്കുന്നു? ഒരു ക്വാളിറ്റി സ്റ്റാറ്റസ്, അതായത് ആ ക്വാളിറ്റി അനുസരിച്ചുള്ള അതിന് ഗ്രേഡ് കൊടുക്കുന്ന ഒരു കൗൺസിൽ, അതാണ് നാക്ക്. അതെന്തിനാ? conducts assessment and accreditation of higher educational institutions such as colleges, universities, or other recognized institutions. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എങ്ങനെ ഓർത്ത് വയ്ക്കാം എന്നുള്ള രീതിയിൽ പഠിക്കുക. ഇനി എന്താ നാക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ്? എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നാക്ക്? എന്താണ്? ടു അസസ് ആൻഡ് അക്രഡിറ്റ്, അതായത് സർട്ടിഫൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. എന്തിനാ? അവിടെ അവർക്കൊരു സർട്ടിഫിക്കറ്റ്സ് കൊടുക്കും അല്ലേ, നാക്ക്. അതാണ് ടു അസസ് ആൻഡ് അക്രഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. പിന്നെന്താ? ടു സ്റ്റിമുലേറ്റ് ദ അക്കാഡമിക് എൻവയോൺമെൻറ്റ് ഓർ ദ പ്രൊമോഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ടു എൻകറേജ് സെൽഫ് ഇവാലുവേഷൻസ്, അക്കൗണ്ടബിലിറ്റി. എന്നാൽ നാക്ക് വരുന്നതനുസരിച്ച് അവരെന്ത് ചെയ്യും? അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യും. എന്തൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ചെയ്യും. ടു അണ്ടർടേക്ക് ക്വാളിറ്റി റിലേറ്റഡ് റിസർച്ച് സ്റ്റഡീസിന് ക്വാളിറ്റി അണ്ടർടേക്ക് ചെയ്യാനും അത് സഹായിക്കും. ഇതാണ് നാക്കിൻ്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നാക്ക് എന്താണെന്ന് മനസ്സിലായി, നാക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നോക്കാൻ പോകുന്നത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്രഡിറ്റേഷൻ. ഈ അക്രഡിറ്റേഷൻ അതായത് ഈ നാക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനാണ്? ഹെൽപ്സ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു നോ ഇറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതായത് നാക്ക് എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട്, കൗൺസിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറ്റുക? ആ ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് അതിന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പിന്നെന്താ? ഹെൽപ്സ് ഇൻറ്റേർണൽ ഏരിയാസ് ഓഫ് പ്ലാനിങ്. ഇതനുസരിച്ചുള്ളൊരു പ്ലാനിങ്ങിന് ഇൻറ്റേർണൽ ഏരിയയുടെ പ്ലാനിങ് നടത്താൻ സഹായിക്കും. പിന്നെന്താ? അക്രഡേഷൻ പ്രൊമോട്ട്സ് ഇൻ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രാക്ഷൻ. ഇതിൽ നിന്നും പല ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസിനൊക്കെ ഇത് സഹായിക്കും. സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ്സ് ഫണ്ടിങ് ഏജൻസി. അതായത് ഈ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ഫണ്ട് കൂടും. അപ്പോൾ അതിനനുസരിച്ചുള്ള മോർ ഫെസിലിറ്റീസ് അവിടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അക്രഡേഷൻ എൻഹാൻസസ് കോളേജിയലിറ്റി ഓൺ ദ ക്യാമ്പസ്. അക്രഡേഷൻ കോളേജിലിറ്റി ഓൺ ക്യാമ്പസിൽ കോളേജിലിറ്റി കൂട്ടും. പിന്നെന്താ? ഇറ്റ് ഇനിഷ്യേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻറ്റു ഇന്നോവേറ്റീവ് ആൻഡ് മോഡേൺ മെത്തേഡ് ഓഫ് പെഡഗോഗി അനുസരിച്ച് മോഡേൺ മെത്തേഡിലെ പെഡഗോഗി അനുസരിച്ച് പഠിപ്പിക്കാനായിട്ട് അത് സഹായിക്കും. ഇതൊക്കെയാണ് എന്ത്? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രഡിറ്റേഷൻ, അതായത് ഈ നാക്ക് എന്നുള്ള ഒരു കൗൺസിലിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ആവശ്യം എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മോർ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ഫണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ നാക്കിൻ്റെ വരവനുസരിച്ച് എന്ത് ചെയ്യും? ഒരു കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കും. ഓരോ വർഷം എന്ത് ചെയ്യും? ഗ്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അതായിരിക്കും. ഇതാണ് ഒരു സർട്ടിഫിക്കേഷൻ ഓഫ് അക്രഡിറ്റേഷൻ. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും അത് നാക്കിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന്
നോക്കാം. അതായത് നമ്മൾ നാക്കിനെ കുറിച്ചാണ് പഠിച്ചത്. നാക്ക് എന്താണെന്ന് ആദ്യം നോക്കി. നാറ്റൊക്കെ എന്തായിരുന്നു? ദ നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ കണ്ടക്ട്സ് അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് കോളേജസ്, യൂണിവേഴ്സിറ്റീസും കോളേജസിൻ്റെ എന്താ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്തുന്ന ഒരു കൗൺസിലാണ് നാക്ക്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കി. പിന്നെ നോക്കിയത് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിൽ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ് ഒന്ന് ഓർക്കുക, അതിൻ്റെ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ തന്നെ എഴുതാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു വീഡിയോ ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.